ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഈ ഒരു ഹാൻഡ് പേഴ്സ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഇതിൽ സിപ്പ് വെച്ചിട്ടുള്ള ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നീട് ഇവിടെ വലിയൊരു പോക്കറ്റ്, ഇവിടെ രണ്ട് ചെറിയ പോക്കറ്റ്. എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കണം. അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് ബട്ടണാണ്. ഈ മാഗ്നറ്റിക് ബട്ടൺ ഇല്ലെങ്കിൽ നമുക്ക് വെൽക്രോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. 9 ഇഞ്ച് ബൈ 13 ഇഞ്ചിൻ്റെ ഒരു മെയിൻ ഫാബ്രിക് വേണം. 9 ബൈ 13 സെയിം അളവിൽ തന്നെ നമുക്കൊരു ലൈനിങ് പീസ് വേണം. ഇവിടെ ഞാൻ രണ്ടും ഒരേ തരത്തിലുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. അതും 9 ബൈ 13 വേണം. 9 ബൈ 13 ഇഞ്ചിൻ്റെ തന്നെ ഒരു ലൈനിങ് പീസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 9 ബൈ 6 ഇഞ്ച് ഇതിൻ്റെ ഒരു പീസ് വേണം. നമുക്ക് പോക്കറ്റ് ഇതിൽ ചെയ്യാനാണ്. പിന്നെ നമുക്ക് അതേപോലെ തന്നെയാണ് 9 ഇഞ്ചിൻ്റെ ഒരു സിപ്പ് വേണം. പിന്നെ ഒരു മാഗ്നറ്റിക് ബട്ടൺ വേണം, അല്ലെങ്കിൽ നമുക്ക് വെൽക്രോ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് കുറച്ച് പൈപ്പിംഗ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ യൂസ് ചെയ്യേണ്ടതാണ്, ഇത് ക്യാൻവാസ് ആണ്. ക്യാൻവാസിന് നമുക്ക് സ്റ്റിഫ്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് യൂസ് ചെയ്യാം. ഇത് കട്ടിയുള്ള തരം ക്യാൻവാസ് ആണ്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് കട്ടിയുള്ള ഫാബ്രിക്, ജീൻസ് പോലുള്ള ഫാബ്രിക് ആണെങ്കിൽ നമുക്ക് ഈ ക്യാൻവാസിൻ്റെ ആവശ്യമില്ല. മെയിൻ ഫാബ്രിക്കിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഞാൻ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റിക്ക് ചെയ്യുന്ന തരത്തിലുള്ള ക്യാൻവാസ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല സ്റ്റിഫായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലൈനിങ് പീസ് എടുക്കാം. 9 ബൈ 13 ഇഞ്ചിൻ്റെ ലൈനിങ് പീസ് എടുത്തിട്ട് നമുക്ക് ഒരു ടോപ്പ് പോർഷനിൽ നിന്ന് ഒരു 2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. അത് മാർക്ക് ചെയ്യുക. അതായത് 9 ഇഞ്ചിൻ്റെ ആ സൈഡിൽ 9 ഇഞ്ച് സൈഡിൽ ഒരു 2 ഇഞ്ച് ടോപ്പിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുവഴി കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് അവിടേക്ക് ഈ സിപ്പ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി സിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ആ പോർഷൻ ഒന്ന് എടുത്തിട്ട് റൈറ്റ് സൈഡ്, അതായത് നല്ല വശം മുകളിൽ വരുന്നത് പോലെ വെക്കുക. അതിലേക്ക് നമ്മുടെ സിപ്പിനെ ഇങ്ങനെ തിരിച്ചു വെക്കുക. അതായത് സിപ്പിൻ്റെ നല്ല വശം എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പിടിക്കുന്ന ആ ഭാഗം അത് ഇങ്ങനെ തിരിച്ച്, അതായത് അത് നമ്മുടെ നല്ല വശത്തേക്ക് ഫേസ് ചെയ്തിരിക്കുന്നത് പോലെ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ ഒരു ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരത്തൂടെ തയ്ച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ സിപ്പ് ഇങ്ങനെ നേരെ പിടിക്കാം. ഓക്കെ, നേരെ പിടിച്ചിട്ട് ഒരു ഇങ്ങനെ ടോപ്പ് സ്റ്റിച്ച് എടുക്കണ്ട, ഒരു അല്പം മുകളിലേക്കാക്കിയിട്ട് ഈ ഫാബ്രിക് ഒരു അല്പം മുകളിലേക്കാക്കി നമുക്കൊരു പതിച്ചടിച്ച് കൊടുക്കാം. നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് ഫിനിഷ് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി 2 ഇഞ്ച് ഉണ്ട്. ആ 2 ഇഞ്ച് എടുത്തിട്ട് ഈ സിപ്പ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. ഇപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗങ്ങളാണ്. ഇപ്പോൾ ഫാബ്രിക്കിൻ്റെ നല്ല വശമാണ്, സിപ്പിൻ്റെയും നല്ല വശമാണ്. ആ ഭാഗത്തേക്ക് ഈ ഒരു പീസിൻ്റെയും നല്ല വശം ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരേപോലെ ആക്കിയിട്ട് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ അരികത്തൂടെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മുമ്പ് ചെയ്ത പോലെ അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഇതിനെങ്ങനെ ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ട് ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒരല്പം ഇങ്ങനെ ഫ്രണ്ടിലേക്കൊന്ന് പുഷ് ചെയ്തിട്ട് ഇത് വീണ്ടും ഒന്ന് ഇതിങ്ങനെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ 9 ബൈ 6 ഇഞ്ചിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നല്ലോ. ആ പീസ് എടുത്തിട്ട് അതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാം. നമ്മൾ സിപ്പൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്ത്, അതായത് സിപ്പ് അറ്റാച്ച് ചെയ്ത് ഈ ഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടുന്ന് ഒരു 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. നമ്മളിങ്ങനെ ഒരു മാർക്ക് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ലൈനിലേക്ക് കൊണ്ടുവന്ന് കറക്റ്റ് ഹാഫാക്കി എടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാനുള്ളത്, അപ്പോൾ ഇവിടുന്ന് 4 ഇഞ്ച് കൊടുത്തു, ഇതിൻ്റെ ഇങ്ങനെ മടക്കി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്ക് കിട്ടി.
ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 9/6 ഒരു ഭാഗം ഇങ്ങനെ അടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഇത് ലൈനിങ്ങിൻ്റെ നല്ല വശമാണ്. അതിൻ്റെ ഈ സെൻറ്റർ അടയാളപ്പെടുത്തിയ ഈ വശമുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ മടക്കി സെൻറ്റർ അടയാളപ്പെടുത്തിയ ഈ വശത്തേക്ക് ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ താഴേക്ക്, ഇത് നമ്മൾ അടിച്ച ഭാഗമാണ്, ഇവിടെ താഴേക്ക് വരുന്ന പോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്ത ഭാഗം മുകളിലേക്കാക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക, പിന്നെ വീണ്ടും ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മെയിൻ പീസിൽ ക്യാൻവാസ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് ഈ ലൈനിങ് പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഒന്ന് വെറുതെ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ക്യാൻവാസ് ഷീറ്റ് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്ന പീസിലേക്ക് ലൈനിങ് ഫാബ്രിക് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സിപ്പ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസ് എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് അതും ഇതേപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കണം. റോങ് സൈഡ് തമ്മിൽ ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ അതേപോലെ തന്നെ അറ്റാച്ച്. അപ്പോൾ 2 പീസും 4 സൈഡും ചേർത്ത് നമ്മൾ തയ്ച്ചെടുത്തു. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മടക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. ഈ സെൻറ്റർ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ നമുക്ക് ഒരു പോർഷൻ എടുത്തിട്ട് ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ബട്ടൺ വെച്ച് കൊടുക്കണം. ഓക്കെ, ഇവിടെ മാഗ്നറ്റിക് ബട്ടൺ വെച്ച് കൊടുക്കണം. അതേപോലെ തന്നെ അതിൻ്റെ മറ്റ് സൈഡിലും നമുക്ക് മാഗ്നറ്റിക് ബട്ടൺ വെച്ച് കൊടുക്കേണ്ടതാണ്. അതിനുവേണ്ടി ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് മടക്കി വെച്ചിട്ട് നമ്മളിതൊന്ന് ഇങ്ങനെ മടക്കി നോക്കുക. അപ്പം ഇത് ഈ കറക്റ്റ് വരുന്ന പോർഷൻ എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടെ ഒരു പോയിൻ്റ് കൊടുത്തിട്ട് ഇവിടെയും നമ്മൾ മാഗ്നറ്റിക് ബട്ടൻ്റെ മറ്റേ വശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യൽ മാഗ്നറ്റിക് ബട്ടൻ്റെ മറ്റേ ഭാഗം ഇവിടെയും കൊടുക്കാം. അപ്പോൾ ഈ 2 പോർഷനിൽ നമുക്ക് മാഗ്നറ്റിക് ബട്ടൺ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മാഗ്നറ്റിക് ബട്ടൺ പിടിപ്പിച്ചിട്ടുണ്ട്, അതേപോലെ ഈ സൈഡിൽ മാഗ്നറ്റിക് ബട്ടൺ പിടിപ്പിച്ചിട്ടുണ്ട്. ഞാനിത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയാണ് പിടിപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്നുകൂടെ 4 ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ 4 ഭാഗവും തയ്ച്ച് ഫിനിഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ടോപ്പ് പോർഷനിലും പൈപ്പിംഗ് വെക്കുക, ഈ ബോട്ടത്തിലും പൈപ്പിംഗ് വെക്കുക. ആദ്യം ഈ 2 വശങ്ങളിലും പൈപ്പിംഗ് വെച്ച് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും പൈപ്പിംഗ് വെച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങോട്ടേക്ക് മടക്കുക. ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാർക്കിങ്ങിലേക്ക് നമ്മളിതിനെ ഇങ്ങനെ മടക്കി വെക്കാം. അതായത് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ മടക്കി നമ്മൾ ഇനി ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പൈപ്പിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് 2 വശവും നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഫാബ്രിക് പീസ് വെച്ചിട്ട് പൈപ്പിംഗ് കൊടുക്കുന്ന പോലെ തന്നെ തയ്ച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മറു സൈഡും ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ 2 സൈഡും പൈപ്പിംഗ് വെച്ച് ഫിനിഷ് ചെയ്തു. അതിനോടൊപ്പം തന്നെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് മാഗ്നറ്റിക് ബട്ടൺ വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് ഞാനൊരു മിററിൻ്റെ ഒരു ചെറിയ ഡിസൈനും ചെയ്തിട്ടുണ്ട്. ഇത് ക്യാൻവാസിലേക്ക് മിറർ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിന് ചുറ്റിനും ഒരു ഗോൾഡൻ ബോളും ഒട്ടിച്ചു. അതേപോലെ തന്നെ സ്റ്റോൺ ചെയിനും വെച്ച് ഒട്ടിച്ചിട്ട് അത് ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബട്ടൺ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ലേസ് നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പേഴ്സ് നമുക്ക് ഫിനിഷ് ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.